ഹായ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോൾ റീസെൻ്റ് നടന്നൊരു കോൺട്രവേഴ്സി, അതായത് തൊപ്പി ക്യാബിൻ ക്രൂ ഈ ഫ്ലൈറ്റിൽ ക്രൂവിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിനെ കാണിച്ച് കുറേ പേര് ക്രൂ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ തോന്നുന്നു ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞാൻ അതിന് ടോൺ വോയിസ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു അതായത് നമ്മുടെ 3 months ട്രെയിനിങ്ങിന്റെ ആ ഒരു കാര്യം, പിന്നെ ഇവരുടെ ഒരു വീഡിയോ അതായത് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിൽ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനകത്ത് കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമവും എനിക്ക് ദേഷ്യം ഒക്കെ തോന്നി. കാരണം ഞാൻ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എന്താണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റെസ്പെക്ടിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്ത് കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ ഇവർ ആർക്കും എന്താണ് കാര്യം പോലും മനസ്സിലാവാണ്ടാണ് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഡിസ്റെസ്പെക്ട് ചെയ്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്ന കുറച്ച് കമന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് അഡ്രസ് ചെയ്യുന്ന കാര്യം, മലയാളത്തിൽ ചായ ചോദിച്ചപ്പോൾ അതെന്തോ ഇല്ലയോ എന്ന് പറയാണ്ട് 200 rupees സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു എന്നാണ് ഇവര് എല്ലാ കമന്റ്സും, അതായത് കൂടുതൽ കമന്റ്സും മെജോറിറ്റി ഓഫ് കമന്റ്സും ഇതാണ്, ഇങ്ങനെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ റീച്ചിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ നമ്മൾ ക്രൂ ആണ്, അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ജോബിൽ വന്നത്, സോ ഈ ഒരു ഫീൽഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, ദിസ് ഇസ് നോർമൽ, സോ പീപ്പിൾ ആർ നോർമലൈസിംഗ് ദിസ്. ആൻഡ് ഓൾസോ ഞാൻ അവരിട്ട ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു. സോ എല്ലാം കൂടെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല. സോ എന്റെ സൈഡ് എനിക്ക് ഒന്ന് പറഞ്ഞു തോന്നി, അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ 200 rupeesന്റെ കാര്യം, അതായത് നിങ്ങൾ കട്ടൻ ചായ അല്ല ചായ ചോദിച്ചപ്പോൾ യെസ് ഒന്നും പറയാതെ 200 rupees എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ഫൈൻ. പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാരും ചിലപ്പോൾ ഒഫൻഡഡ് ആവും, കാരണം സ്പെഷ്യലി ഫസ്റ്റ് ടൈം ഒക്കെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ അല്ലെ ഒഫൻഡഡ് ആവും. ഓക്കെ ഫൈൻ, അതെനിക്ക് മനസ്സിലാവും. ആൻഡ് ആസ് എ ക്യാബിൻ ക്രൂ അത് പറഞ്ഞ ഞാൻ അല്ലെങ്കിൽ കൂടെ ആസ് എ ക്യാബിൻ ക്രൂ സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്രൂ സർവീസ് ഇറ്റ് വാസ് എ ഫുൾ ഫ്ലൈറ്റ്, ഓൾമോസ്റ്റ് ഫുൾ ഫ്ലൈറ്റ്, ആൻഡ് ഓൾസോ ഒരു ഷോർട്ട് സെക്ടർ ആണ്. അപ്പം ഒരുപാട് പാസഞ്ചേഴ്സിനെ ഡീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ തൊട്ട് വരുന്നത്. മേ ബി അവരുടെ ഫസ്റ്റ് സെക്ടർ ആയിട്ടില്ല, ഇതിന് മുന്നേ വേറെ സെക്ടർ ചെയ്തിട്ടുണ്ടാവും. സോ അത്രയും പാസഞ്ചേഴ്സിനെ ഡീൽ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വരുമ്പോൾ ദേ മൈറ്റ് ബി എക്സോസ്റ്റഡ്. അപ്പോൾ പെട്ടെന്ന് അവർ ആ ഒരു രീതിയിൽ ചിലപ്പോൾ പറഞ്ഞു പോയതായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ ഒരു റെസ്പോൺസ് അവർക്ക് തരാൻ പറ്റുന്നില്ല. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർ നിങ്ങൾക്ക് തരില്ല എന്നല്ല. ആൻഡ് ഓൾസോ ദാറ്റ് ഇസ് എയർ ഇന്ത്യ എക്സ്പ്രസ്, ദാറ്റ് ഇസ് നോട്ട് എയർ ഇന്ത്യ. എയർ ഇന്ത്യ ഇസ് ഡിഫറെന്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ഇസ് ഡിഫറെന്റ്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടീ കാലും കോഫി കാലും അത് പെയ്ഡ് ആണ്. പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും അത് അറിയില്ല അത് പെയ്ഡ് ആണെന്നുള്ള കാര്യം. കാരണം മുന്നേ എയർ ഇന്ത്യ എക്സ്പ്രസ് ടീ കോഫി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു, അതൊരു കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുമായിരുന്നു മുന്നേ. പക്ഷേ ഇപ്പോൾ അല്ല. അതുകൊണ്ട് ഇവൻ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് കൂടെ ആൾക്കാർ ഞാൻ ടീ അല്ലെങ്കിൽ ഞാൻ ഒരു കപ്പ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം എമൗണ്ട് പറയുന്ന സമയത്ത് പലർക്കും അത് ഭയങ്കരമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ റേറ്റ് പറയുന്നത്. സോ വീണ്ടും 200 rupees പറഞ്ഞു, 200 rupees എന്ന് പറയുന്നതിന് പകരം അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ. സോ അഗൈൻ ഞാൻ പറയുന്നു, ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല അത് പെയ്ഡ് ആണെന്ന്. സോ ഈവൻ ടീ കോഫി ചോദിക്കുന്ന സമയത്ത് അത് 200 rupees ആണ് അല്ലെങ്കിൽ 300 rupees എന്ന് പറയുന്ന സമയത്ത് ഓ അത് പെയ്ഡാണോ എന്നാ വേണ്ട എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഡെയിലി ബേസിസിൽ ഇത് കാണുന്നുണ്ട്. ആ ഒരു ആസ്പെക്ട് ചിലപ്പോൾ നമ്മൾ 200 rupees അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ ചിലപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് പറയും. അതിനകത്ത് നമ്മൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ വില കുറച്ച് കാണുന്നു, മലയാളത്തിൽ പറഞ്ഞു ഒരിക്കലും. ആൻഡ് ഐ ഡോണ്ട് നോ ഇതിനിടയിൽ ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവരുന്നത്. സി ഞാൻ ഇപ്പം ഇൻഫ്ലുവൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബ്രീഫ് ചെയ്യണവരെ, അപ്പം ഞാൻ എന്റെ ബേസ് കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും മലയാളത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ മലയാളത്തിലാണ് ഞാൻ ബ്രീഫ് ചെയ്ത് കൊടുത്തത്. ഞാൻ അവരോട് ചോദിക്കും ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ എന്ന്. അവർക്ക് മലയാളം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഈ മൂന്നിൽ അവർ മലയാളം അറിയുന്ന ഒരാളാകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ മലയാളത്തിലാണ്, ഞാനല്ല എനിക്ക് അറിയുന്ന ഓൾമോസ്റ്റ് എല്ലാവരും മലയാളത്തിൽ തന്നെയാണ് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത്, മലയാളം മാത്രം അറിയുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലാംഗ്വേജ്. നമുക്ക് അങ്ങനെ വേർതിരിവോ അങ്ങനെ ഒരു കാര്യങ്ങളില്ല. സി ഇത് പ്രോപ്പർലി കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, അതായത് ക്രൂ വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതെന്താ ഇവിടെ റൂൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ റൂൾ പറയണമായിരുന്നു. സി റൂൾ ഉണ്ടോ റൂൾ ഇല്ലേ? ഇഫ് സമ്മൺ ഡസന്റ് ലൈക്ക് ടേക്കിംഗ് ദ വീഡിയോ യു ഷുഡ് റെസ്പെക്ട് പ്രൈവസി. അതായത് അതിനകത്ത് ആ കുട്ടി ക്ലിയർ ആയിട്ട് അതിനകത്ത് വീഡിയോ എടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം നമ്മുടെ കമ്പനിയിൽ അങ്ങനെ റൂൾ ഉണ്ട്, വീഡിയോ എടുക്കാം അല്ലെ ഒരു എയർലൈനിൽ വീഡിയോ എടുക്കുന്നത് ഒരു പ്രശ്നമല്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ആ ഒരാൾക്ക് ആളുടെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ യു ഷുഡ് റെസ്പെക്ട് പ്രൈവസി. ദാറ്റ് ഇസ് ലൈക്ക് ബേസിക് കോമൺ സെൻസ് ആണ്. പിന്നെ അതിനകത്ത് പറയുന്നു അവരൊന്നും ഹെൽപ്പ് ചെയ്തില്ല, അതായത് ബാഗ് ഫസ്റ്റ് ടൈം ആയിട്ട് ട്രാവൽ ചെയ്യാണ്, ബാഗ് എടുത്തിങ്ങനെ നിൽക്കാണ്, ഒന്നും ചെയ്തില്ല. സി നിങ്ങൾ അത് അവരോട് തുറന്ന് പറയണം. അതായത് നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മൾ അവിടെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളവിടെ അസിസ്റ്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം പറയാണ്ട് എങ്ങനെ ക്രൂ മനസ്സിലാകും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുള്ള കാര്യം. പിന്നെ മാത്രമല്ല ഇപ്പം നിങ്ങൾ പറയായിരിക്കും ഓ ഇതൊക്കെ പറയണോ കണ്ടൊന്നും ചെയ്തൂടെ. സി ആ ബോർഡിങ്ങിന്റെ സമയത്ത് പല കാര്യങ്ങളുണ്ടാവും. ആ ബോർഡിംഗ് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു സമയമാണ്, കുറേ കാര്യങ്ങൾ ക്രൂ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ബോർഡിംഗ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം പെട്ടെന്ന് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞ് ആ ഒരു ടൈം ചിലപ്പോൾ കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്രൂവിലേക്ക് പോയി വായ തുറന്ന് സംസാരിക്കണം, എനിക്ക് അറിയില്ല എന്താ സംഭവം. ആൻഡ് ഓൾസോ ആ ഒരു കുട്ടി ക്യാരി ചെയ്യുന്നത് ചെറിയൊരു ബാഗാണ്. അപ്പം നോർമലി നമ്മൾ ചെറിയ ബാഗ് ഒന്നെങ്കിൽ സീറ്റിന് അടിയിൽ വെക്കാൻ പറയും, അല്ലെങ്കിൽ കയ്യിൽ വെക്കാൻ പറയും. വലിയ ബാഗ്സ് ആണെങ്കിലാണ് നമ്മൾ നോർമലി പറയാതെ നോട്ടീസ് ചെയ്തിട്ട് മേളിൽ വെക്കുന്നത് പറയുന്നത്. പിന്നെ ബാഗ്സ് ചെറുതായാലും വലുതായാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല അതെടുത്ത് മേളിൽ വെക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളത് പറയുന്നത് ചെയ്യുന്നത്. ബട്ട് യു ഡിഡ്ന്റ് ആസ്ക് എനിത്തിങ്. ഓക്കെ ലെറ്റ്സ് സേ ദാറ്റ് ഫസ്റ്റ് ടൈം ആണെന്നൊന്നും അറിയില്ല, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അവർ എന്താണ് ബാഗ് ചെയ്യുന്നത്, എല്ലാവരും മേലോട്ട് വെക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കാതെ ഇത് ഇവിടെയാണ് വെക്കേണ്ടത്. സോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് അത് ശരിയായിട്ടുള്ള കാര്യമില്ല. പിന്നെ കൂടെ വന്ന ആൾക്കാർ ലൈക്ക് ഞാൻ അത് കേട്ടു, അതായത് ബാക്കി വേറെ എയർലൈനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമല്ല, അവരെല്ലാത്തും ഹെൽപ്പ് ചെയ്യും. സോ ഇഫ് യു ഓൾറെഡി നോ ദാറ്റ് ഇത് ഇവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ വന്നുള്ള നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല. ആൻഡ് ഓൾസോ എനിക്കറിയില്ല എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ ദാറ്റ് ഐ ഡോണ്ട് നോ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക്. അല്ലാണ്ട് ഇതൊരു ഇഷ്യൂ ആയപ്പോൾ ചുമ്മാ
ഡോണ്ട് ട്രൈ ടു മാനിപ്പുലേറ്റ് തിങ്സ്. പിന്നെ നമുക്ക് ഒരുപാട് സമയം ബോർഡിംഗ് കഴിഞ്ഞിട്ട് അത് ടേക്ക് ഓഫ് മുന്നേ ക്യാബിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. വൺസ് ബോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം മാക്സിമം അത് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ബാക്കി കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടി ഉണ്ട്. അതായത് ഡോർ ആം ചെയ്യണം, ചെക്ക് പാസ് ചെയ്യണം, അങ്ങനെ ഗാലറി സെക്യൂർ ചെയ്യണം, അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ സേഫ്റ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നം വരുവാണെങ്കിൽ ഇറ്റ് വിൽ കം ടു ആ ഹെഡ് ഓൺലി. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ വീടിനകത്ത് കണ്ടു ഇപ്പോൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാവരും കൂടെ ലൈക്ക് ഇവരുടെ മെയിൻ പണി പുട്ടിയിട്ട് വരുന്നതാണ്, പ്രായം കുറയുണ്ട്, പുട്ടിയിട്ട് കഴിഞ്ഞാൽ പ്രായം കുറയില്ല. സി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ട്രിഗർ ആവുന്നത്. അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതും എന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് എനിക്ക് അങ്ങനെ പറയുന്നത്. സോ അവർ സംസാരിച്ചത് ലൈക്ക് വെരി ബാഡ്. ആൻഡ് ഓൾസോ ആൾ അഡ്രസ് ചെയ്യുന്നുണ്ട്, അതായത് ആളുടെ ഫ്രണ്ട് ചെയ്ത കാര്യം തെറ്റാണ്, സോറി പറയുന്നുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ബിഹേവിയർ. അല്ല ആ കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആളുടെ തെറ്റ് ആൾ മനസ്സിലാക്കി, ആൾ സോറി പറഞ്ഞു, അതൊരു കാര്യം. പിന്നെ ഓൾസോ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ആർ ട്രൈങ് ടു മാനിപ്പുലേറ്റ്. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ സൈഡ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി. ഇപ്പോൾ ബാഗ് എടുത്ത് വെക്കുന്നത് മൈൻഡ് ആക്കില്ല എന്ന് പറഞ്ഞതായാലും 200 rupees പറഞ്ഞാലും എല്ലാത്തിനും there is a back story. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് തിങ് ഇസ് ദാറ്റ് ഇപ്പം ഈ ആൾക്കാർക്ക് ഇത്രയും ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് അവർ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് എപ്പോഴും അവരുടെ സൈഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ സപ്പോർട്ട് മൊത്തം ആ സൈഡ് പോകും. ഇപ്പം അവരെക്കാട്ടിലും ലൈക് ഫാൻ ബേസ് ഉള്ള വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുവാണെങ്കിൽ ഒബ്വിയസ്ലി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് ഓൾവേസ് വർക്ക് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയാണ്. നമുക്കൊരു ഫാൻ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നെഗറ്റീവ്സ് വരുന്നത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ട് ഇത് ഇവരുടെ വീഡിയോ വരുമ്പോൾ മാത്രം റിയാക്ട് ചെയ്തു. ഓഫ് കോഴ്സ് അവരൊരു ഇൻഫ്ലുവൻസേഴ്സ്, അവർക്കൊരു കൂട്ടം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ അവർക്കുണ്ട്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഞാൻ ഇട്ട വീഡിയോയിലല്ല, എന്നെ പോലെ വേറെ ക്രൂ ഇട്ട വീഡിയോ കണ്ടു വരുന്ന കമന്റ്സ് അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ്. കാരണം പീപ്പിൾ ആർ നോർമലൈസിംഗ് ഇറ്റ്. ഇവരെ പോലെ ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇത് നോർമലാണ്, ഇത് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെ കണ്ട് നാളെ ഒരാൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ സെയിം ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ് മീൻസ് പീപ്പിൾ ചിന്തിക്കുകയാണ് ഓക്കെ ഇത് നോർമലാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ അതൊക്കെ സഹിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടുവരാണ് അവർ. അപ്പം അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ വൈ വി ആർ റിയാക്ടിങ്. പിന്നെ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്രൂവിനെ ഉദ്ദേശിച്ച് അങ്ങനെ ഇതാക്കി പറഞ്ഞതല്ല. ആ പറയുന്ന സമയത്ത് അവിടെ ഒരു ക്രൂ ഒന്നും ഇല്ലായിരുന്നു, അവർ അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഒഫൻഡഡ് ആയത് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിലാണ്, അവർ ട്രെയിനിലല്ല. ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നത് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇനിയിപ്പം അത് എത്ര അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാലും പുതിയ ആൾക്കാർക്ക് മനസ്സിലായത് ക്രൂ ഉദ്ദേശിച്ച് പറഞ്ഞത് തന്നെയാണെന്ന്. സോ അല്ലാണ്ട് നമ്മൾ അവരുള്ളപ്പോൾ പറഞ്ഞതല്ല, അവർ പോയപ്പോഴാണ് പറഞ്ഞത്. ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, അത് എയർ ഇന്ത്യ അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഈ രണ്ട് എയർലൈൻസിനെ പറ്റി എന്ത് വന്നാലും എല്ലാവർക്കും ട്രോളാനും എല്ലാവർക്കും നെഗറ്റീവ്സ് പറയാനും ഭയങ്കര ഉത്സാഹം. ഞാൻ ടെലിംഗ് ഇത് എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവ്സ് ഇരുന്നു. ഐ ഡോണ്ട് നോ വൈ. പിന്നെ ഇവരുടെ ഈ തമാശ, ഇവരുടെ കാര്യം പോട്ടെ, നോർമലി ആൾക്കാർ ക്രൂവിന്റെ അടുത്ത് അത് വെറും തമാശയാണ്. ഓക്കെ, ഈ സെയിം തമാശ നിങ്ങൾ ഒരു കസ്റ്റംസ് ഓഫീസർ എടുത്തോ, അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ എടുത്തോ, ഒരു CIS എടുത്ത് പോയിട്ട് പറയും. നിങ്ങൾ യു വോണ്ട് ഡെയർ ടു സേ ദാറ്റ്. കാരണം യു നോ ദി കോൺസിക്വൻസസ്. നിങ്ങളിത് ക്രൂവിന്റെ അടുത്ത് പറയുന്നത് ബിക്കോസ് യു ഹാവ് എ മെന്റാലിറ്റി ലൈക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രൂവിന്റെ അടുത്ത് പറയാം. ആ ഒരു ഫ്രീഡം ആൻഡ് ഇതുപോലുള്ള വീഡിയോസും ആൻഡ് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നതും. ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻഡ് ആൾക്കാർ അത് നോർമലൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ ആൾക്കാർക്ക് ഓക്കെ ദിസ് ഇസ് നോർമൽ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ആൾക്കാർ ക്രൂവിന്റെ മാത്രം ഇട്ടിട്ട് കയറുന്നത്. ബാക്കിയുള്ള ഓഫീസിനകത്ത് പോട്ടെ, ഒരു പൈലറ്റിനടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകില്ല. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് ഇതിൽ ഇത്ര പൊള്ളാൻ മാത്രം എന്താ ഇത്ര സാഡ് BGM ഒക്കെ ഇട്ടിട്ട് എന്തിനാ പറയുന്നത്. ഒരു 3 months 3 years അല്ലോ ബ്രോ. ഇറ്റ് ടുക്ക് മീ 6 years ടു ബി എ ക്യാബിൻ ക്രൂ. ഓക്കെ 6 years. ആൻഡ് ഓൾസോ ഒരു ക്യാബിൻ ക്രൂ ആവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. എത്ര റൗണ്ട്സ്, എത്ര റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ എന്തൊക്കെ റൗണ്ട്സ് പാസ് ചെയ്തിട്ടാണ് ഒരു ക്രൂ ഫൈനലി സെലക്ട് ആവുന്നത്. ആൻഡ് വൺ സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം ദാറ്റ് ട്രെയിനിങ്, അതിൽ എക്സാംസ്, വൈവ, പ്രാക്ടിക്കൽസ്, ഡ്രിൽസ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് റിലീസ് ആവുന്നത്. ആൻഡ് എല്ലാ ഇയർലി ഇവർക്ക് ഇത് മൊത്തം വീണ്ടും ഒന്നും കൂടെ ഇവർക്ക് എന്താ പറയുക, നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ എക്സാംസും വൈവസും ഒക്കെ ഉണ്ട്. ഇയർലി നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ യെസ്, സർവീസ് ഇസ് എ പാർട്ട് ഓഫ് അവർ ജോബ്. ടീ കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമില്ല. പക്ഷേ അതിനും ബിയോണ്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ജസ്റ്റ് അവിടെ ടീ കൊടുക്കാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് പകരം അറ്റ്ലീസ്റ്റ് ട്രൈ ടു റെസ്പെക്ട് അസ്. ഞാൻ ആരും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ആരും താഴ്ത്തി കെട്ടാനോ ഒന്നുമല്ല. പക്ഷേ ഐ ഫീൽ സോ ബാഡ് ലൈക്ക് ആൾക്കാർക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. എനിക്ക് ഞാൻ എത്രത്തോളം കൺവിൻസ് ചെയ്തു എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അഗൈൻ ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ ഇഷ്യൂസ് വിത്ത് ദോസ് പീപ്പിൾ. അദ്ദേഹത്തിന് ഓൾറെഡി പറഞ്ഞു, ആൾ തൊപ്പി എന്ന് പറഞ്ഞ ആൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഓക്കെ ഫസ്റ്റ് പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ ബാക്കിയുള്ള കുറച്ച് ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനോ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളല്ല. അതിനാണ് ഞാൻ അഡ്രസ് ചെയ്തത്. ആൻഡ് എന്റെ കമന്റ് സെക്ഷനിലും അതുപോലെ മറ്റുള്ള ക്രൂയുടെ കമന്റ് സെക്ഷനിലും വന്ന ആൾക്കാരുടെ ചിന്താഗതി ഇത്രയൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്തത്. ഐ ഹാവ് നോ ഗ്രഡ്ജസ്. ലൈക്ക് ബാക്കി ഒരു പ്രശ്നം എനിക്കില്ല. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ടൈം വെൻ യു സീ എ cabin crew, please don't do this to them. Thank you.